എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പാവക്ക കറിയാണ്. അതിലേക്ക് ഒരു പാവക്ക വട്ടത്തിൽ അരിഞ്ഞു വെച്ചത്, 5 പച്ചമുളക് കീറിയെടുത്ത്, ഒരു തക്കാളി അരിഞ്ഞത്, ഒരു സവാള, ഒരു സാധനം വെച്ച് പാവക്ക കറി തയ്യാറാക്കാം. പാവക്ക അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഒരു സവാള, പച്ചമുളക്, തക്കാളി, ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1 സ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് വേവിച്ചെടുക്കുക. മൂടി വെച്ച് വേവിക്കുക. തേങ്ങ വറുക്കുന്നതിന് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് 1/2 മുറി തേങ്ങ ചിരണ്ടിയെടുത്തതാണ്. 4 ചെറിയ ഉള്ളി, 2 ഇല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട്, 1/4 ടീസ്പൂണ് പെരിഞ്ചീരകം ഇതും കൂടി ഇട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ തേങ്ങയും ഉള്ളിയും കറിവേപ്പിലൊക്കെ നല്ലപോലെ വറുത്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ആവശ്യമായ പൊടികൾ ഇട്ട് കൊടുക്കുക. മുളക് പൊടി 3 സ്പൂൺ ഇട്ട് കൊടുക്കുക. എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. 1/2 സ്പൂണ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് യോജിച്ചെടുക്കുക. തേങ്ങ ഒക്കെ നല്ല വറുത്തെടുത്തിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. നമുക്ക് പാവക്ക വെന്തിട്ടുണ്ടാന്ന് നോക്കാം. പാവക്കയും സവാളൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് പിഴിഞ്ഞ് വെച്ച പുളി ചേർത്ത് കൊടുക്കുക. പുളി ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ വറുത്ത് വെച്ച തേങ്ങ അരച്ചെടുത്തതാണ്. ഇതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വെള്ളം കൂട്ടാതെ അരച്ചെടുക്കണം. അപ്പോൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഞാൻ ഉപ്പ് കുറവാണ്, അതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുത്ത് കയ്പ്പ് അറിയാതിരിക്കാൻ 1 സ്പൂണ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ കയ്പ്പൊന്നും ഇല്ലാതിരിക്കും. കറി താളിക്കുന്നതിന് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണ് കടുക് നമുക്ക് ഇട്ട് കൊടുക്കുക. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. നമുക്ക് കറിയിലേക്ക് താളിപ്പ് ഒഴിച്ച് കൊടുക്കാം. പാവക്ക കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.